ചീറ്റയുടെ ബുദ്ധി. മാൻപെങ്ങളെ, അവിടെ നോക്ക്, അടുത്ത് എത്ര ഞാവൽ മരങ്ങളുണ്ട്. വാ, നമുക്ക് അവിടെ പോയി ഞാവൽപ്പഴം കഴിക്കാം. കൂടെ ഞാവൽ മരത്തിന്റെ ഇലകളും കഴിക്കാം. ആ വാ പോകാം. ഞാൻ ഇതുവരെ ഞാവൽപ്പഴവും അതിന്റെ ഇലകളും കഴിച്ചിട്ടില്ല. കഴിക്കാൻ നല്ല രുചിയാണെന്നാ കേട്ടിട്ടുള്ളത്. നല്ല പുളിയും കാണും. അയ്യോ, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ വട്ടായോ? അറിയില്ലേ, കാടിന് വെളിയിൽ പോയി കഴിഞ്ഞാൽ ക്രൂരന്മാരായ മൃഗങ്ങളുണ്ട്. നിങ്ങൾ കാടിന് പുറത്തു പോയെന്ന് ചീറ്റ രാജാവെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ രണ്ടുപേരെയും കാട്ടിലെ തുറങ്കലിൽ കൊണ്ടുപോയി അടച്ചിടും. അയ്യോ, ഒന്നും പറ്റില്ല കുറുക്ക. ഞങ്ങൾ 2 മിനിറ്റിൽ പോയി ഇങ്ങ് തിരിച്ചു വരും. നോക്കൂ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. കുറുക്കൻ അവർ അവിടേക്ക് പോകുന്നത് തടഞ്ഞു. നീ വാ കുറുക്ക, അടുത്ത് തന്നെയാ ഈ മരമുള്ളത്. നിങ്ങൾ രണ്ടുപേരും ഒരിക്കൽ ചാവുകയും ചെയ്യും, എന്നെ കൊണ്ടുപോയി കൊല്ലും. കുറുക്കൻ തന്റെ സുഹൃത്തുക്കളായ ആടിനും മാനിനോടുമൊപ്പം കാടിന്റെ പുറത്ത് ദൂരെയായുള്ള കുന്നിന്റെ അടുത്തേക്ക് നടന്നു. നോക്കൂ, എനിക്ക് നല്ല പേടിയുണ്ട്. നമുക്ക് തിരിച്ചു പോയാലോ? പേടിക്കാതെ കുറുക്ക, ഇനി കുറച്ചു ദൂരം കൂടി നടന്നാൽ മതിയല്ലോ. 3 പേരും വേഗത്തിൽ ഓടി ദൂരെ ഒരു ഞാവൽ മരത്തിന്റെ അടുത്തുണ്ടായിരുന്ന പൂന്തോട്ടത്തിലേക്ക് അവർ പോയി. അവിടെ ഒരുപാട് ഞാവൽ മരങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു മരത്തിൽ വലിയ മാമ്പഴവും ഉണ്ടായിരുന്നു. ആ കൊള്ളാമല്ലോ, എന്തോരം ഞാവൽപ്പഴമാ! മാനും ആടും ഓടി ഞാവൽപ്പഴങ്ങളും അതിന്റെ ഇലകളും കഴിക്കാൻ തുടങ്ങി. പെട്ടെന്ന് കഴിക്ക്, നമുക്ക് തിരിച്ചു പോകാനുള്ളതാ. മാനും ആടും ഞാവലിന്റെ ഇല കഴിക്കുന്ന തിരക്കിലായിരുന്നു. പെട്ടെന്ന് അവിടേക്ക് ഒരു ക്രൂരനായ സിംഹം വന്നു. 3 പേർക്ക് നേരെയും ഗർജിച്ചു. ആടും മാനും ഒരുമിച്ചോ? ഇന്ന് വിശക്കാതെ കിടന്ന് ഉറങ്ങാം. എന്റെ ദൈവമേ, സിംഹം! ഓടിക്കോ! 3 പേരും വേഗത്തിലോടി. അവരുടെ പിന്നാലെ സിംഹവും വേഗത്തിൽ തന്നെ ഓടി. അവസാനം സിംഹം ആടിനെ പിടികൂടി. ദൈവമേ, സിംഹം ആട് പെങ്ങളെ പിടികൂടി. ഓടിക്കോ കുറുക്ക, അല്ലെങ്കിൽ സിംഹം നമ്മളെയും കൊല്ലും. കുറുക്കനും മാനും വേഗത്തിൽ ഓടിയോടി അവരുടെ കാട്ടിലേക്ക് എത്തിപ്പെട്ടു. മറുവശത്ത് സിംഹവും ആടിനെ കൊന്നു തിന്നുകയായിരുന്നു. ഇന്ന് കുശാലായി. അടുത്തുള്ള ആ കാട്ടിൽ ഒരുപാട് മൃഗങ്ങളുണ്ടെന്ന് തോന്നുന്നു. പോകാം, ഇനി ആ കാട്ടിലാകാം നമ്മുടെ വേട്ട. സിംഹം നടന്ന് ഒരു വലിയ സുന്ദരമായ കാട്ടിലെത്തിച്ചേർന്നു. അവിടെ ഒരുപാടധികം മൃഗങ്ങൾ ഉണ്ടായിരുന്നു. സിംഹം ഓടിക്കേ! സിംഹത്തിനെ കണ്ട് എല്ലാവരും വെപ്രാളത്തോടെ ഓടാൻ തുടങ്ങി. സിംഹം ഒരു മാനിനെയും പിടികൂടി. അതിനെയും കൊണ്ട് കാട്ടിൽ നിന്നും പുറത്തേക്കും പോയി. ദൈവമേ, ആ സിംഹം കാട്ടിലേക്കും വന്നു. ഇനി എന്തു ചെയ്യും? എല്ലാവരും സിംഹത്തിനെ കണ്ട് വലിയ ആശയക്കുഴപ്പത്തിലായി. കാരണം ഇതിനു മുൻപ് കാട്ടിലൊരു സിംഹമെന്നല്ല, ഒരു ക്രൂരന്മാരായ മൃഗങ്ങൾ പോലും വന്നിട്ടില്ല. അടുത്ത ദിവസം സിംഹം വീണ്ടും കാട്ടിലേക്കെത്തി. എന്നിട്ട് വീണ്ടും ഒരു മൃഗത്തിനെ പിടിച്ചു കൊണ്ടുപോയി. വൈകുന്നേരം എല്ലാ മൃഗങ്ങളും കാട്ടിലെ ഒരു സ്ഥലത്ത് ഒത്തുകൂടി. ഇതെല്ലാം ആടും മാനും കാരണമാ. കാട്ടിൽ നിന്നും വെളിയിൽ പോകരുതെന്ന് ഞാൻ അവരോട് പറഞ്ഞതാ. അവർ ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ല. അവിടെ ആ സിംഹം ഞങ്ങളെ കണ്ടു. അവനങ്ങനെ മനസ്സിലായി ഈ കാട്ടിൽ നമ്മൾ എല്ലാവരും ഉണ്ടെന്ന്. ഇത് പേടിക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ ഈ വിവരം പെട്ടെന്ന് രാജാവിനെ അറിയിച്ചേ പറ്റൂ. രാജാവ് ഈ സമയം തപസ്സിലായിരിക്കുമല്ലോ. അദ്ദേഹത്തിന് മുൻപിൽ പോകാൻ പറ്റില്ല. നമ്മൾ ഇതെല്ലാം കണ്ട് എന്താ കൈകെട്ടി നോക്കി നിൽക്കണോ? ഈ ക്രൂര മൃഗം നമ്മുടെ കാട്ടിൽ വന്ന് എല്ലാ മൃഗങ്ങളെയും കൊന്നു തിന്നുന്നത്. എല്ലാവരും അവിടെ ചർച്ച ചെയ്യുകയായിരുന്നു. അവിടെ ഒരുപാടധികം മൃഗങ്ങളുടെ ജീവൻ ഒരുപാട് ആപത്തിലായിരുന്നു. ആ കാട്ടിൽ ഒരു ചീറ്റ രാജാവും ഉണ്ടായിരുന്നു. എല്ലാ സമയത്തും ആ കാട്ടിലെ മൃഗങ്ങളെ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുമായിരുന്നു. ചീറ്റ രാജാവ് എല്ലാ വർഷത്തിലും 2 മാസത്തേക്ക് ഒറ്റയ്ക്ക് തന്റെ ഗുഹയിൽ അടച്ചിരുന്ന് കഠിന തപസ് ചെയ്യും. ആ 2 മാസത്തേക്ക് ഗുഹയുടെ വെളിയിൽ പോലും അയാൾ വരില്ല. സംഭവിച്ചത് സംഭവിച്ചു. നമുക്ക് രാജാവിനോട് ഈ കാര്യം പറഞ്ഞേ പറ്റൂ. രാജാവിന് മാത്രമേ നമ്മളെ ഈ പ്രശ്നത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ പറ്റൂ. എല്ലാ മൃഗങ്ങളും ചേർന്ന് ഒരു വലിയ ഗുഹയുടെ മുൻപിലായി വന്നു. ആ ഗുഹയുടെ കതക് പൂട്ടിയിരുന്നു. രാജാവ് അകത്തുണ്ട്. ആരദ്ദേഹത്തിന്റെ അടുത്ത് പോകും? നിങ്ങൾക്കറിയാമോ, രാജാവിന്റെ തപസ് മുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ അനർത്ഥം സംഭവിച്ച് രാജാവിന്റെ എല്ലാ അധ്വാനവും മണ്ണിലായി പോകും. ചീറ്റ രാജാവിന്റെ ഒരു കൊച്ചു കുഞ്ഞ് വർഷങ്ങൾക്ക് മുമ്പ് എവിടെയോ അപ്രത്യക്ഷനായി. അപ്പോൾ ചീറ്റ രാജാവിനോട് ഒരു സന്യാസി ഒരു മന്ത്രവും ചൊല്ലി തപസ് ചെയ്യാനായി പറഞ്ഞു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാക്കാം
അയാളുടെ മകൻ എവിടെയാണെന്ന്. അതുകൊണ്ടാണ് ചീറ്റ രാജാവ് വർഷത്തിൽ 2 മാസം തന്റെ ഗുഹയിൽ തപസ് ചെയ്യുന്നത്. ഞാൻ രാജാവിനോട് സംസാരിക്കുക. രാജാവേ, രാജാവേ. അകത്ത് ചീറ്റ രാജാവ് കണ്ണുകൾ പൂട്ടി ധ്യാനത്തിലിരിക്കുകയായിരുന്നു. ചീറ്റ രാജാവ് ഒരു കാരണവശാലും തന്റെ തപസ് മുടക്കാൻ ഒരുങ്ങിയിരുന്നില്ല. കാരണം അയാൾ അങ്ങനെ ചെയ്താൽ ഒരിക്കലും തന്റെ മകനെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു വിവരവും ലഭിക്കില്ല. രാജാവേ, ആ വാതിലൊന്ന് തുറക്കൂ. രാജാവേ, ഞങ്ങൾ വളരെ വലിയ ആപത്തിലാണ്. രാജാവേ. അകത്ത് ചീറ്റ മുയലിന്റെ ശബ്ദം കേട്ടു. എന്നാൽ തന്റെ ധ്യാനം മുടക്കാൻ ഒരുങ്ങിയില്ല. രാജാവ് വാതിൽ തുറക്കുന്നതേ ഇല്ലല്ലോ. അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ തപസ് മുടക്കില്ല. എല്ലാവരും പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. വരൂ, നമുക്ക് നാളെയും വരാം. ചിലപ്പോൾ നാളെ രാജാവ് വെളിയിൽ വന്നാലോ. എല്ലാവരും അവിടെ നിന്നും പോയി. അകത്ത് ചീറ്റ രാജാവ്, കാട്ടിലെ മൃഗങ്ങൾ എല്ലാവരും അപകടത്തിലാണ്. എന്ത് ചെയ്യും? ഞാൻ എന്റെ കണ്ണു തുറക്കാൻ പാടില്ല. തുറന്നാൽ എന്റെ മകനെ കുറിച്ചുള്ള വിവരം എനിക്ക് ഒരിക്കലും കിട്ടില്ല. അടുത്ത ദിവസം സിംഹം വീണ്ടും കാട്ടിലേക്ക് വന്നു. കാട്ടിലെ ഓരോ മൃഗങ്ങളെയായി പിടികൂടി തിരിച്ചു പോവുകയും ചെയ്തു. കാട്ടിലുള്ളവർ വീണ്ടും ചീറ്റ രാജാവിന്റെ ഗുഹയ്ക്ക് മുമ്പിൽ വന്നു. പക്ഷേ ചീറ്റ രാജാവ് അപ്പോഴും വെളിയിലേക്ക് വന്നില്ല. ഈ സംഭവം അങ്ങനെ ദിവസങ്ങളോളം നീണ്ടു. സിംഹം എല്ലാ ദിവസവും കാട്ടിലേക്ക് വന്ന് ഓരോ മൃഗങ്ങളെയായി പിടികൂടിക്കൊണ്ടുപോകും. ചീറ്റ രാജാവും കാട്ടിലെ എല്ലാ മൃഗങ്ങളും വീണ്ടും വീണ്ടും വിളിച്ചിട്ടും ഗുഹയിൽ നിന്ന് വെളിയിലേക്ക് വന്നതേയില്ല. ചീറ്റ രാജാവ് ആരോടും സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. ഒരു വൈകുന്നേരം, രാജാവേ, കാട്ടിലെ എല്ലാ മൃഗങ്ങളും ദിവസവും ജീവനിൽ പേടിച്ചാണ് കഴിയുന്നത്. ഒന്ന് വെളിയിൽ വരൂ രാജാവേ, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ചാകും. കാട്ടിൽ വളരെ വലിയ ആപത്ത് വന്നിരിക്കുന്നു രാജാവേ. ഇത് കേട്ടപ്പോൾ അകത്തിരുന്ന ചീറ്റ രാജാവ് സ്തംഭിച്ചുപോയി. അദ്ദേഹം അപ്പോൾ കണ്ണുകൾ തുറന്നു. എന്താ? കാട്ടിലെ മൃഗങ്ങളുടെയൊക്കെ ജീവൻ പോകുന്നെന്നോ? പ്രശ്നം വഷളായെന്നാണ് തോന്നുന്നത്. പെട്ടെന്ന് ചീറ്റ രാജാവ് വാതിൽ തുറന്ന് ഗുഹയ്ക്ക് വെളിയിൽ എല്ലാവരുടെ അടുത്തേക്കും വന്നു. എന്താ? കാട്ടിലെ മൃഗങ്ങളുടെ എല്ലാം ജീവൻ പോകുന്നെന്നോ? എങ്ങനെ? അവർ ചീറ്റ രാജാവിനോട് ദിവസങ്ങളോളം നടന്ന കാര്യങ്ങൾ പറഞ്ഞു. രാജാവേ, താങ്കളെ ബുദ്ധിമുട്ടിച്ചതിൽ ഞങ്ങളോട് ക്ഷമിക്കണം. താങ്കൾ വർഷങ്ങളായി തപസ് ചെയ്തു വരികയാണ്. ഇന്ന് ഞങ്ങൾ കാരണം താങ്കളുടെ വർഷങ്ങളോളമുള്ള അധ്വാനം മുടങ്ങി. കരടിച്ചേട്ടാ, എന്റെ മകനേക്കാൾ വലുത് എനിക്ക് എന്റെ കാട്ടിലെ മൃഗങ്ങളുടെ ജീവനാണ്. നിങ്ങൾ ആരും വിഷമിക്കേണ്ടതില്ല. ഞാൻ ആ സിംഹത്തെ എങ്ങനെ പാഠം പഠിപ്പിക്കുമെന്നാൽ ഇനി അവന്റെ ജീവിതത്തിൽ അവൻ ഈ കാട്ടിൽ കാലുകുത്താത്ത പോലെ. അടുത്ത ദിവസം എല്ലാവരും ചീറ്റ രാജാവിനോടൊപ്പം കാട്ടിലെ ഒരു വശത്തൊത്തുകൂടി. അവിടെ അപ്പോൾ ക്രൂരനായ സിംഹവും വന്നു. രാജാവേ, അതാ ആ സിംഹം. സിംഹത്തിനെ കണ്ട് എല്ലാവരും പേടിച്ചു വിറച്ചു. സിംഹം അപ്പോൾ എല്ലാവരുടെയും മുൻപിലേക്ക് വന്നു. നീ ആരാണ്? എന്റെ കാട്ടിലുള്ളവരെയെല്ലാം നീ എന്തിനാണ് കൊല്ലുന്നത്? അതെയോ, നീയായിരുന്നു ഈ കാടിന്റെ രാജാവ്. മിണ്ടാതെ ഇവിടെ നിന്ന് മടങ്ങിപ്പോകൂ സിംഹമേ. ഞാൻ ഇവിടെ നിന്ന് പോകാൻ വന്നതല്ല, മറിച്ച് ഇതേ കാട്ടിൽ ജീവിച്ച് ഇവിടെയുള്ള എല്ലാ മൃഗങ്ങളെയും ഞാൻ വയറ്റിലാക്കും. ദിവസവും ഇവരെ ഞാൻ തിന്നാൻ പോകുവാ. ഇത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോയി. നോക്ക്, നിന്റെ ശക്തി തെറ്റായ കാര്യത്തിന് ഉപയോഗിക്കരുത്. എന്നെ ആർക്കും തടയാൻ പറ്റില്ല ചീറ്റേ. മിണ്ടാതെ എന്റെ വഴിയിൽ നിന്ന് മാറ്, അല്ലെങ്കിൽ നിനക്കത് നല്ലതിനല്ല. അങ്ങനെയാണെങ്കിൽ നീ എന്റെ കൂടെ ഒരു റേസിൽ മത്സരിക്കണം. ഈ മത്സരത്തിൽ ഞാനാണ് ജയിക്കുന്നതെങ്കിൽ നീ ഈ കാട്ടിൽ നിന്നും എന്നേക്കുമായി പുറത്തേക്ക് പോകണം. മറിച്ച് നീയാണ് ജയിക്കുന്നതെങ്കിൽ ഞാൻ ഈ കാട് എന്നേക്കുമായി ഉപേക്ഷിച്ച് മടങ്ങിപ്പോകും. ഇത് കേട്ട് എല്ലാ മൃഗങ്ങളും ഞെട്ടിത്തരിച്ചു. ഇത് നല്ല ഒരു മാർഗമാണ്. എനിക്ക് ഈ ചീറ്റയെ ഏത് മത്സരത്തിനും എളുപ്പം തോൽപ്പിക്കാൻ പറ്റും. ഞാൻ തയ്യാറാണ്. എന്തു ചെയ്യണം? അവിടെ ഉയരത്തിൽ ഒരു കുന്ന് നിനക്ക് കാണാൻ പറ്റുന്നില്ലേ? ആ കുന്നിന് മുകളിൽ ഒരു മാവുണ്ട്. ആ മരത്തിൽ ഒരു വെള്ള മാങ്ങയും കാണും. നമ്മളിൽ ആര് ആദ്യം പോയി ആ മാങ്ങ കൈക്കലാക്കുന്നോ അവർ ഈ റേസിൽ ജയിക്കും. ഇത് വളരെ എളുപ്പമുള്ള പണിയാണ്. അങ്ങനെ ചീറ്റയും സിംഹവും രണ്ടുപേരും റേസ് ലൈനു മുൻപിൽ നിന്നു. രാജാവേ, ഇതെന്ത് വിചിത്രമായ മത്സരമാണ്. ഈ സിംഹത്തിന് അതിലൊക്കെ എളുപ്പത്തിൽ ജയിക്കാൻ പറ്റും. എല്ലാ മൃഗങ്ങളുടെ ശ്വാസവും അവരുടെ ജീവനും ഈ റേസിലാണുള്ളത്. അങ്ങനെ സിംഹത്തിനും ചീറ്റയ്ക്കും റേസ് തുടങ്ങി. സിംഹം വേഗത്തിലോടി ഒരുപാട് മുൻപിലേക്ക് പോയി. ചീറ്റയോ പതുക്കെ പതുക്കെ നടന്നുപോയി. അവനവന്റെ വേഗം പതുക്കെ പതുക്കെ കൂട്ടിക്കൊണ്ടേ വന്നു. ഈ രാജാവ് എന്താ ഇത്രയും പതുക്കെ നടന്നു പോകുന്നത്?
ആ ചീറ്റ എത്ര പുറകിലാണ്. ഈ റേസ് ഞാൻ തന്നെ ജയിക്കും. എല്ലാവരും ചീറ്റ ഇങ്ങനെ ചെയ്യുന്നത് കണ്ട് പേടിച്ചു നിന്നു. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് സിംഹം ആ കുന്നിലെ മാമ്പഴ മരത്തിന്റെ അടുത്തും പോയി. പക്ഷെ ചീറ്റ ഇപ്പോഴും പകുതി വഴിയിലായതേ ഉള്ളൂ. ആ ചീറ്റ എത്ര ദൂരത്തിലാണ്. കുറച്ചു നേരം ഇവിടെ ഇരുന്ന് വിശ്രമിക്കാം, എന്നിട്ട് മാങ്ങ പറിക്കാം. ഇവിടെ കാട്ടിലെ എല്ലാ മൃഗങ്ങളും ചീറ്റയുടെ പുറകെ വരുന്നുണ്ടായിരുന്നു. ചീറ്റ എപ്പോൾ അവിടെ എത്തിയോ അപ്പോൾ തന്നെ സിംഹം ആ മാവിൽ കയറി. ആ വെള്ള മാങ്ങ എവിടെ? സിംഹം എല്ലായിടത്തും നോക്കി. ആ മരത്തിന്റെ ഒരു ചില്ല ഉയർന്നു നിൽക്കുകയായിരുന്നു. അതിൽ ഒരു വെള്ള മാമ്പഴവും ഉണ്ടായിട്ടുണ്ട്. ആ കൊമ്പ് ദുർബലമായിരുന്നു. അതാ കാണുന്നു വെള്ളമാങ്ങ. രാജാവേ, വേഗം പോയി ആ മാങ്ങ പറിക്കൂ, അല്ലെങ്കിൽ ആ സിംഹം ജയിക്കും. ചീറ്റ മരത്തിന്റെ താഴെ നിന്നു. ചീറ്റയും വന്നല്ലോ. അപ്പോൾ സിംഹം വേഗം ആ ചില്ലയ്ക്ക് നേരെ നടന്നു. എപ്പോൾ അയാൾ ആ ചില്ലയിൽ കയറിയോ അയാളുടെ ഭാരം കാരണം ആ ചില്ല താഴേക്കു പോയി. സിംഹവും ആ ചില്ലയിൽ നിന്നും വീണ് അവിടെ കുടുങ്ങിക്കിടന്നു. താഴെ വലിയ ഒരു കുഴിയാണ്. എന്നെ രക്ഷിക്കൂ. അയ്യോ, സിംഹം താഴെ വീണല്ലോ. അതാ അവിടെ തൂങ്ങിക്കിടക്കുന്നു. എന്നെ രക്ഷിക്കൂ, ചീറ്റ എന്നെ രക്ഷിക്കൂ. ഹേ സിംഹമേ, സത്യത്തിൽ നീ ഞങ്ങൾ എല്ലാവരെക്കാളും ശക്തനാണ്. എന്നാൽ ബുദ്ധി കൊണ്ടും കൗശലം കൊണ്ടും നീ ഞങ്ങളെക്കാൾ വളരെ ദുർബലനാണ്. നിന്റെ മനസ്സിൽ ഈ റേസ് ജയിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീ ബുദ്ധി കൊണ്ടല്ല, ശക്തി കൊണ്ടാണ് ഇത് ജയിക്കാൻ നോക്കിയത്. നീ അത് ശ്രദ്ധിച്ചില്ല, ആ ചില്ല എന്ത് ദുർബലമാണെന്ന്. എന്നിട്ടും നീ അതിലൂടെ പോയി. അങ്ങനെ ചീറ്റ ചില്ലയിൽ നിന്നും വെള്ള മാമ്പഴം പറിച്ചെടുത്തു. ചീറ്റ എന്നെ രക്ഷിക്കൂ, എനിക്ക് ഇപ്പോൾ മരിക്കണ്ട. രാജാവേ, ആ സിംഹത്തിനെ രക്ഷിക്കല്ലേ. പെട്ടെന്ന് ചീറ്റ സിംഹത്തിന്റെ അടുത്തേക്ക് പോയി. പിന്നെ ആ ചില്ല കുലുക്കി സിംഹത്തിനെ താഴെ തള്ളിയിട്ടു. അങ്ങനെ ആ സിംഹത്തിന്റെ മരണവും സംഭവിച്ചു. രാജാവേ, ഈ മരത്തിൽ എങ്ങനെ വെള്ള മാങ്ങ വന്നു? താങ്കൾ ഇതിനെക്കുറിച്ചൊക്കെ എങ്ങനെ അറിഞ്ഞു? ഈ മാങ്ങ വെള്ളയല്ല, മഞ്ഞ തന്നെയാണ്. നിങ്ങൾ എപ്പോൾ എന്നോട് എല്ലാം പറഞ്ഞോ, ഞാൻ അപ്പോൾ തന്നെ മുയലിനെ ഇവിടേക്ക് വിട്ടു. ഈ മാങ്ങയ്ക്ക് വെള്ള നിറം പൂശാൻ എനിക്കറിയാമായിരുന്നു. അവൻ ഈ റേസിൽ ജയിക്കാൻ എങ്ങനെയെങ്കിലുമൊക്കെ ശ്രമിക്കുമായിരുന്നുവെന്ന്. അതുകൊണ്ടാണ് ഞാൻ മുയലിനോട് ഏറ്റവും ദുർബലമായ ചില്ലയിലെ മാങ്ങയ്ക്ക് വെള്ള നിറം പൂശാൻ വേണ്ടി പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം ഈ റേസിൽ പതുക്കെ ഓടാൻ തുടങ്ങിയത്. എന്നാലേ സിംഹം ഇവിടേക്ക് ആദ്യമെത്തൂ. എല്ലാവരും രാജാവിന്റെ ഈ ബുദ്ധിയെക്കുറിച്ച് കേട്ട് ഉറക്കെ ഉറക്കെ തലയാട്ടി ചിരിച്ചു. ഇങ്ങനെ ചീറ്റ രാജാവ് തന്റെ ബുദ്ധി ഉപയോഗിച്ച് തന്നേക്കാൾ കൂടുതൽ കരുത്തനായ സിംഹത്തിനെ തന്റെ ബുദ്ധി കൊണ്ട് റേസിൽ ജയിച്ച് അവന്റെ മരണത്തിനും വഴിയൊരുക്കി. എങ്ങനെയുണ്ടായിരുന്നു കുട്ടികളെ ഇന്നത്തെ കഥ? കമന്റിലൂടെ വേഗം പറയൂ.